തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. തയ്യാറാവുന്നില്ല. അങ്ങനെ അവിടെ സാംസ്കാരികമായും അല്ലാതെയുള്ള ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് അവിടുത്തെ വിവിധ സമുദായങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്കൊന്നും അവിടെ പരിഹാരം കാണാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തുവാൻ തൃശ്ശൂർ ഞങ്ങൾ പണ്ട് ഏതാണ്ട് 20-25 വർഷം മുമ്പ് അവിടെ പോയ സമയത്തുണ്ടായിരുന്ന അതേ അവസ്ഥ എന്നുമുള്ളൂ. സ്ഥാനാർത്ഥി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, എനിക്ക് സ്ഥാനാർത്ഥിയാൻ താല്പര്യമില്ല. കാരണം ഞാൻ NDAയുടെ കൺവീനർ ആയതുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷേ അത് കേന്ദ്ര നേതൃത്വം ഇവിടെ BJPയുടെ കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ BDJSന്റെ സംസ്ഥാന കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാവരും അത് നിർബന്ധമായും മത്സരിക്കണം എന്ന ഒരു നിർബന്ധം നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സാഹചര്യത്തിലാണ് അങ്ങനത്തെ തീരുമാനം എടുക്കുകയുണ്ടായത്. അല്ല, ജനറൽ സെക്രട്ടറിയോട് ചോദിക്കണം, എനിക്കറിയില്ല. അത് ജനറൽ സെക്രട്ടറിയോട് ചോദിക്കുക. ആ കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. SNDPയുടെ NSSന്റെയും SNDP യോഗത്തിന്റെയും അതുപോലെ വിവിധ ക്രിസ്ത്യൻ സമുദായത്തിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും എല്ലാ സംഘടനകളുടെയും സമുദായങ്ങളുടെയും പിന്തുണ എനിക്കുണ്ട്. അതല്ലാതെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ അങ്ങോട്ട് ചെല്ലുന്നത്. ഒരു തരത്തിലുള്ള ധാരണകളുമില്ല. ഒരു ധാരണയില്ലാതെ തന്നെയാണ് മത്സരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അത് ഇതിന്റെ ധാരണ ഉണ്ടാക്കേണ്ട ആവശ്യം. ഒരു മത്സരത്തിന് പോകുമ്പോൾ അത് മത്സരിക്കുക, ജയിക്കുക എന്നുള്ളതാണ്. അവിടെ ആ ജയിക്കും അതിനുള്ള ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. 5 സീറ്റ് ഏറ്റവും കുറഞ്ഞത് NDAക്ക് ഇവിടെ കിട്ടും കേരളത്തിൽ. അത് പറഞ്ഞാൽ പിന്നെ അത് തീർച്ചയായും. കാരണം ഇപ്പം രാഹുൽ ഗാന്ധി അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ചിട്ട് BJPയുമായി ചർച്ച ചെയ്ത് വളരെ ശക്തനായിട്ടുള്ള കാൻഡിഡേറ്റിനെ അവിടെ ഇടേണ്ടി വരും എന്നുള്ള കാര്യം സത്യാവസ്ഥയാണ്. അല്ല, അത് ജനറൽ സെക്രട്ടറിയോട് ചോദിക്കുക. എനിക്കത് അറിയില്ല. അല്ല, ജനറൽ സെക്രട്ടറിയോട് ചോദിക്കുക. ഞാനല്ലല്ലോ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞു ജനറൽ സെക്രട്ടറിയോട് ചോദിക്കുക. ആ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം, ജനറൽ സെക്രട്ടറി കൗൺസിൽ ജനറൽ സെക്രട്ടറിയോട് ചോദിക്കരുത്. ജനറൽ സെക്രട്ടറിയല്ലേ ഈ കാര്യം പറഞ്ഞത്. എനിക്കൊരു അഭിപ്രായമില്ല ഈ കാര്യത്തിലും. അഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറി ചോദിക്കുക. അതുകൊണ്ട് കാര്യമില്ല, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ എത്ര എന്നോട് ചോദിച്ചാലും എന്റെ അഭിപ്രായം ഇതാണ്, എനിക്ക് നിങ്ങൾ ചോദിച്ചാൽ മാറാൻ പറയാൻ പറ്റില്ല. സഹോദര, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് വൈകുന്നേരം വരെ ചോദിച്ചാലും ഞാൻ ഇത് തന്നെ പറയൂ. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളിയായിട്ട് കാണുന്ന ആരെയാണ്? മുഖ്യ എതിരാളിയായിട്ട് കാണുന്നത് ആരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ? NDA. അത് വിവിധ എല്ലാ സ്ഥലങ്ങളിലും ഒരേ എതിരാളി അല്ലല്ലോ ഉള്ളത്. നമ്മളിപ്പം കൊല്ലത്തുള്ള എതിരാളി ആയിരിക്കണമെന്നില്ല കോട്ടയത്ത്. അതിൽ കോട്ടയത്തുള്ള എതിരാളി ആയിരിക്കണമെന്നില്ല തൃശ്ശൂർ വരുമ്പോൾ. അത് ഓരോ നിയോജകമണ്ഡലത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അതാണ് സത്യാവസ്ഥ. അഡ്ജസ്റ്റ്മെന്റ് അല്ലല്ലോ. കാരണം ഇപ്പം ഒരു തൃശ്ശൂർ മത്സരിക്കാൻ വേണ്ടി പോയാൽ ഞാൻ മത്സരിക്കുന്ന ആരോടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം LDF അല്ലെങ്കിൽ UDF ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയോട് ആയിരിക്കും ഞാൻ മത്സരിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ മുന്നണിക്ക് അവരുടെ മുൻതൂക്കമുണ്ട്. ആ മുൻതൂക്കമുള്ള കക്ഷികൾ തമ്മിലാണ് മത്സരം നടക്കുന്നത്. അല്ലാതെ ഇപ്പം ഏറ്റവും അശക്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിൽക്കുന്ന 2 LDF UDF നിൽക്കുന്നതിന് നടുക്ക് NDA നിൽക്കുമ്പോൾ ചിലപ്പോൾ അവിടെ വളരെ NDAക്ക് വോട്ട് കുറഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് ചെല്ലുന്നു, അവിടെ LDF UDF തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതിനിടയ്ക്ക് മലപ്പുറത്ത് NDAയുടെ സ്ഥാനാർത്ഥിയുണ്ട്. അതിനെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കരുത്. ഒരു കാര്യമില്ല. ഞാനിപ്പോൾ ആയാലും തൃശ്ശൂർ ശക്തമായും ഞാൻ എവിടെ സ്ഥലത്ത് ഡിക്ലെയർ ചെയ്താൽ പിന്നെ അവിടെ മത്സരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടല്ല ഇത് അവിടുത്തെ സീറ്റ്, ഈ പറഞ്ഞ വയനാട്ടിലെ സീറ്റ് അവിടെ ഡിക്ലെയർ ചെയ്യാതിന് കാരണമുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ പല ആളുകൾക്കും ഞങ്ങളുടെ അടുത്ത് തന്നെ പല ആളുകളും ഒരു 3-4 പേരോളം ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വെച്ചിരുന്നതാണ്. ആ ഷോർട്ട് ലിസ്റ്റ് വെച്ചിരുന്ന ആളിൽ ഇപ്പം ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരാളുണ്ടായിരുന്നു. 2-3 ക്രിസ്ത്യൻ സമുദായത്തിൽ പെടുന്ന ആളുടെ കാര്യം ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഒരാളെ വേണം അവിടെ മത്സരിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ ആൻഡോ അഗസ്റ്റിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം. അതല്ല, ചിഹ്നത്തിൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മത്സരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പുള്ളി പറഞ്ഞുകൊണ്ടാണ് പുള്ളിയെ മാറ്റുകയുണ്ടായത്. അവിടുത്തെ പള്ളികളും അതുപോലെ ബിഷപ്പുമാരും എല്ലാം വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ അത് ഉൾപ്പെടുത്തിയത്. തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.